നിലമ്പൂർ ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. നാളെ രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യ ഫല സൂചന 8:30 പുറത്തുവരും. വിജയപ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. വളരെ വിശദമായി നമുക്ക് ഈ കവറേജിലേക്ക് പോകാം. നിലമ്പൂരിൽ നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി, ആസിഫ് മുഹമ്മദ്, അജിത് ബാബു, ബെൻസൻ ബാബു എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം പ്രസാദ് ഉടുമ്പശ്ശേരിയിലേക്കാണ്. പ്രസാദ്, ഇതാ ഇനിയിപ്പോൾ 24 മണിക്കൂർ പോലും ബാക്കിയില്ല. നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത്, അതായത് ഇപ്പോൾ സമയം 10:23 ആയിരിക്കുന്നു. നാളെ ഇതേ സമയമാകുമ്പോഴേക്കും നിലമ്പൂരിൻ്റെ ഒരു ചിത്രം തെളിയും എന്ന് തന്നെ മനസ്സിലാക്കാം. വലിയൊരു പോരാട്ടം ഇല്ലെങ്കിൽ, ഒരു വലിയ തരംഗം ഏതെങ്കിലും മുന്നണിക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിൽ ഈ സമയത്തോടകം തന്നെ ചിത്രം തെളിയും എന്ന കാര്യം സംശയമില്ല. അപ്പോൾ എങ്ങനെയാണ് വോട്ടെണ്ണലിൻ്റെ ഒരുക്കങ്ങൾ? ചുങ്കത്തറ ഹയർ സെക്കൻഡറി സ്കൂളിലാണല്ലോ വോട്ടെണ്ണൽ, അല്ലേ പ്രസാദ്? ബിനിൽ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി മുന്നിലാണ്. ബിനിൽ പറഞ്ഞതുപോലെ നാളെ ഈ സമയത്ത് വലിയ തരംഗമാണ്, ട്രെൻഡാണ് ഉള്ളതെങ്കിൽ ഇപ്പോൾ ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിൽ വലിയ ഒരു ജനസഞ്ചയം തന്നെയായിരിക്കും ഉണ്ടാകുക. അത് ഏത് പാർട്ടിയാണോ ഏത് മുന്നണിയാണോ ജയിക്കുന്നത് അവരുടെ ആളുകൾ ഇതിന് മുന്നിൽ തടിച്ചുകൂടി നിൽക്കും. ഇപ്പോൾ ഇവിടെ വളരെ ശാന്തമാണ്. വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഇട്ടുണ്ട് എന്നുള്ളതാണ്. 14 ടേബിളുകളിലായി 19 റൗണ്ട് ആണ് എണ്ണുക. ആദ്യം വഴിക്കടവിൽ നിന്നാണ് തുടങ്ങുക. വഴിക്കടവിൽ പൊതുവെ LDF സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ വഴിക്കടവ് കഴിഞ്ഞാൽ പിന്നെ മൂത്തേടം, അങ്ങനെ പിന്നീടുള്ള പഞ്ചായത്തുകളാണ് വരുന്നത്. മൂത്തേടം, എടക്കര, പോത്തുകൽ, ചുങ്കത്തറ, നിലമ്പൂർ നഗരസഭയിലേക്ക് കയറും. കരുളായി, അമരമ്പലം. ഇതാണ് വോട്ടെണ്ണലിൻ്റെ ഒരു ക്രമം എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും സാധ്യതകൾ, ഇപ്പോൾ പിന്നിൽ പറയുന്നത് പോലെ ട്രെൻഡ് ഉണ്ടെങ്കിൽ വഴിക്കടവിൽ തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. അവിടെ UDF വലിയ വിജയം നേടുന്ന അല്ലെങ്കിൽ വലിയൊരു ലീഡിലേക്കൊക്കെ വരികയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് കൂടുതലും UDF സ്വാധീനമുള്ള പഞ്ചായത്തുകളാണ്. സ്വാഭാവികമായും ആ ലീഡ് വർദ്ധിക്കാനാണ് സാധ്യത. മറിച്ച് LDF ലീഡ് വരികയും അൻവർ കൂടുതൽ വോട്ട് പിടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫലത്തെക്കുറിച്ച് പിന്നെ കുറച്ചു നേരം കൂടി കാത്തിരിക്കേണ്ടി വരും. മൂത്തേടം പഞ്ചായത്തിലേക്ക് കടക്കുന്ന സമയത്താണ് UDF ലീഡ് വരാനുള്ള സാധ്യത. UDF വലിയ ശക്തി കേന്ദ്രമാണ്. കഴിഞ്ഞ തവണ LDF വിജയിച്ച സമയത്ത് പോലും അവിടെ 1803 വോട്ടുകൾക്ക് UDF ലീഡ് ചെയ്തിരുന്നു. അവിടെയാണ് കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ UDF ലീഡ് ഉണ്ടായിരുന്ന പഞ്ചായത്തും. അപ്പോൾ ഇത്തവണ സ്വാഭാവികമായും മറ്റു പഞ്ചായത്തുകളിൽ UDF ലീഡ് നിൽക്കുന്ന സമയത്ത് മൂത്തേടത്തും കൂടുതൽ ലീഡ് വരാൻ തന്നെയാണ് സാധ്യത. പിന്നീടാണ് ചുങ്കത്തറയിലേക്കും പോത്തുകല്ലിലേക്കും എല്ലാം തന്നെ വരുന്നത്. നിലമ്പൂർ നഗരസഭയിലേക്ക് വരുമ്പോൾ അവിടെ LDF വലിയ വിജയപ്രതീക്ഷ അല്ലെങ്കിൽ ലീഡ് പ്രതീക്ഷിക്കുന്ന ഒരു നഗരസഭയാണ്. കൂടുതൽ വോട്ട് കിട്ടുമെന്നാണ് LDF പ്രതീക്ഷ. പിന്നീടാണ് അമരമ്പലവും കരുളായും. എവിടെയെല്ലാം LDF സ്വാധീനമുള്ളതാണ്. അതിനാൽ UDF വോട്ടുള്ള പ്രദേശമാണ്. അപ്പോൾ രാവിലത്തെ ആദ്യത്തെ റൗണ്ട് പൂർത്തിയാകുമ്പോൾ 14 ടേബിൾ എണ്ണിക്കഴിയുമ്പോൾ വഴിക്കടവ് പഞ്ചായത്തിലെ ആദ്യത്തെ 14 ബൂത്തുകളിൽ നിന്നും കിട്ടുന്ന വിവരം അത് വളരെ നിർണായകമാണ്. അത് ട്രെൻഡിൻ്റെ സൂചന നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. UDF കൂടുതലെങ്കിൽ സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ സംഭവിക്കും. അതല്ല എങ്കിൽ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അൻവർ എത്ര വോട്ട് പിടിക്കുമെന്നുള്ളതാണ്. അതും ആദ്യത്തെ റൗണ്ടിൽ തന്നെ വ്യക്തമാകും. കാരണം അൻവറിൻ്റെ ഒരു പ്രവർത്തനം, ഈ തെരഞ്ഞെടുപ്പ് ദിവസം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് വഴിക്കടവ് പഞ്ചായത്തിലാണ്. അവിടെ ബൂത്ത് ഏജൻറ്റും അതോടൊപ്പം പുറത്ത് ബൂത്ത് ഓഫീസുകളും എല്ലാം തന്നെ പൂർണ്ണമായി ഉണ്ടായിരുന്നത് വഴിക്കടവ് പഞ്ചായത്തിലാണ് എന്നുള്ളതാണ് അവർ തന്നെ പറയുന്നത്. പക്ഷേ മറ്റു പഞ്ചായത്തുകളിലും തന്നെ അത്തരത്തിലുള്ളൊരു ക്രമീകരണം ഉണ്ടായിരുന്നില്ല. അൻവർ തന്നെ പറയുന്നത് വോട്ടർമാർ സ്വയം തനിക്ക് വോട്ട് ചെയ്യും എന്നുള്ളതാണ്. പിന്നീട് നഗരസഭയിലേക്കും നിലമ്പൂർ നഗരസഭയിലൊക്കെ അവർ വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ സർപ്രൈസ് നിലമ്പൂർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എല്ലാവരും കൂടുതൽ ആളുകൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ UDF ജയിക്കുമെന്നാണ്. പക്ഷേ LDF വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് വെക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് മത്സരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നാട് കൂടിയാണ്. അദ്ദേഹം സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി തന്നെ അതിൻ്റെ ചിത്രം മാറി. പാർട്ടിക്കകത്തും LDF പുറത്തും ഒരു ആവേശമുണ്ടാക്കാൻ M സ്വരാജിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് LDF വിലയിരുത്തൽ. CPM കണക്കുകൾ വ്യക്തമാക്കുന്നത് 1500 വോട്ടിനെങ്കിലും M സ്വരാജ് വിജയിക്കുമെന്നുള്ളതാണ്. എന്നാൽ UDF സ്ഥാനാർത്ഥികളുടെയും പ്രതീക്ഷകൾ പ്രത്യേകം വിശദമായി തന്നെ പരിശോധിക്കാം. പ്രസാദിലേക്ക് മടങ്ങിയെത്താം. ബെൻസൻ ബാബു ഉണ്ട് LDF ക്യാമ്പിന്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം. ബെൻസൻ, പ്രസാദ് ചൂണ്ടിക്കാട്ടിയിടത്താണ് ഒരു വലിയ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെച്ചു. അവിടെ ഒരു ഏകപക്ഷീയ മത്സരം എന്ന നിലയിൽ M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം അവിടുത്തെ മുന്നണിക്ക്, പാർട്ടിക്ക്, ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രതീക്ഷ, മത്സര പ്രതീതി എല്ലാം തന്നെ വലിയ ആവേശമായിരുന്നു. വോട്ടുകളെല്ലാം തന്നെ പെട്ടിയിൽ ഉറപ്പിക്കാൻ സാധിച്ചു എന്ന ആത്മവിശ്വാസമാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ വിലയിരുത്തുകയും ചെയ്യുന്നത്. വലിയ ഭൂരിപക്ഷം ഉണ്ടായില്ലെങ്കിൽ പോലും വളരെ ഈസി വാക്ക് ഓവർ ഉണ്ടാകും M സ്വരാജിന് എന്ന പ്രതീക്ഷ തന്നെയല്ലേ LDF പങ്കുവെക്കുന്നത്?
ബിനിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഭൂരിപക്ഷം, ഒരു സംഖ്യ, ഒരു നമ്പർ പറയുന്നില്ല എങ്കിലും വിജയം ഉറപ്പാണ് എന്നാണ് പറയുന്നത്. 1500 വോട്ടിൽ കുറയാത്ത ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജ് വിജയിക്കുമെന്ന കണക്കുകൂട്ടലാണ്, എന്ന വിലയിരുത്തലാണ് LDF ക്യാമ്പിൽ നിന്നുമുള്ളത്. അതിൻ്റെ കാരണങ്ങളായി പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം LDF സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് തന്നെയാണ്. എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രത്തെ തന്നെ മാറ്റി. തെരഞ്ഞെടുപ്പ് ചിത്രത്തെ മാത്രമല്ല, അത് LDF ക്യാമ്പിനും ഈ LDF അണികൾക്കും നൽകിയ ഒരു ആവേശം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. കാരണം ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വരുന്നത്. അതും എം സ്വരാജ് ആകുമ്പോൾ വലിയ സ്വീകാര്യത ലഭിക്കുന്നു, വലിയ ആവേശം ലഭിക്കുന്നു. അത് ചിട്ടയായ പ്രവർത്തനത്തിലേക്ക് എത്തി എന്ന് തന്നെയാണ് LDF ക്യാമ്പ് വിലയിരുത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഏകദേശം 72,000-ഓളം പാർട്ടി വോട്ടുകൾ, അതായത് കേഡർ വോട്ടുകൾ കൃത്യമായും പോൾ ചെയ്യിപ്പിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അത് കൃത്യമായിട്ടുള്ള മാറ്റമുണ്ടാക്കും. അതോടൊപ്പം തന്നെ ഈ എം സ്വരാജിൻ്റെ വ്യക്തിപ്രഭാവം അത് ഏകദേശം 2000 മുതൽ 5000 വരെ പുറമേയുള്ള വോട്ടുകൾ, പാർട്ടി കേഡർ വോട്ടുകൾക്ക് പുറമേയുള്ള വോട്ടുകൾ LDFിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ 7000-ലധികം വരുന്ന പുതു വോട്ടർമാരുണ്ട്, നവ വോട്ടർമാരുണ്ട്. അവർക്കും അവർക്കിടയിലും വലിയ സ്വാധീനമുണ്ടാക്കാൻ LDF സ്ഥാനാർത്ഥി എം സ്വരാജിന് സാധിച്ചു എന്നാണ് വിലയിരുത്തൽ. ഒരു കണക്കുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 1500-ൽ കുറയാത്ത ഭൂരിപക്ഷമാണ് LDF പ്രതീക്ഷിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കരുളായി, അമരമ്പലം, പോത്തുകല്ല് പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയുമാണ്. ഈ കരുളായിലാണ് ഏറ്റവും കൂടുതൽ ഒരു ഭൂരിപക്ഷം ഉണ്ടാവുക, അല്ലെങ്കിൽ വലിയ മുന്നേറ്റം ഉണ്ടാവുക എന്ന് പ്രതീക്ഷിക്കുന്നത്. കരുളായിയെ പോലെ തന്നെ അമരമ്പലത്തും ആ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. അമരമ്പലത്ത് 2021-ൽ 1492 വോട്ടിൻ്റെ ലീഡ് അന്ന് LDF സ്വതന്ത്രനായി മത്സരിച്ച അൻവറിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രദേശം എന്ന് പറയുന്നത് VV പ്രകാശ് അനുകൂലിയായിട്ടുള്ള NA കരീമിൻ്റെ പ്രവർത്തന മേഖല കൂടിയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഭാഗീയത ഈ പാർട്ടിക്കകത്ത് VV പ്രകാശുമായി ബന്ധപ്പെട്ട് UDFിനകത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസിനകത്തുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ വോട്ടുകൾ ഒഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് അമരമ്പലത്ത് ശ്രദ്ധയിൽ വരും. അത് അമരമ്പലത്ത് ബാധിക്കും. അത് LDFിന് ഗുണകരമാകുമെന്നൊരു പ്രതീക്ഷ LDFിനുണ്ട്. അതോടൊപ്പം തന്നെ കരുളായിൽ 1446 വോട്ടിൻ്റെ ലീഡാണ് കഴിഞ്ഞ തവണ, അതായത് 2021 ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊരു CPMൻ്റെ സ്വാധീന മേഖലയാണ്. അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വഴിക്കടവ്, നേരത്തെ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വോട്ടെണ്ണി തുടങ്ങുന്ന വഴിക്കടവ് പഞ്ചായത്ത്, അവിടെ UDF ലീഡ് 1000-ന് മുകളിൽ പോകും എന്ന കണക്കൂട്ടലുകളാണ് LDF ക്യാമ്പിനുള്ളത്. അവിടെ 1000-ന് മുകളിൽ ഒരു വോട്ട് LDFിന് UDFിന് ലീഡ് നേടാനാവുകയാണെങ്കിലും മുത്തേടം, എടക്കര, ചുങ്കത്തറ എന്നീ മറ്റ് പഞ്ചായത്തുകളിൽ UDFിന് കാര്യമായ ലീഡ് നേടാൻ സാധിക്കില്ല, അല്ലെങ്കിൽ കുറഞ്ഞ ലീഡ് മാത്രമാണ് നേടാൻ സാധിക്കുക. അവിടെ നിന്നും എണ്ണി തിരിച്ച് താഴേക്ക് അമരമ്പലം, കരുളായി, നിലമ്പൂർ നഗരസഭ എന്നിവിടങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ ഓരോ പഞ്ചായത്തുകളിലും കൃത്യമായ ഭൂരിപക്ഷം നേടാനും അത് ഈ പറഞ്ഞതുപോലെ ഒരു 1500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനാർത്ഥി വിജയിക്കാൻ കാരണമാകുമെന്ന് തന്നെയാണ് LDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. അതിന് ഈ പറഞ്ഞ പല കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്നത് പോലെ തന്നെ ഈ എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഈ ആളുകൾക്കിടയിൽ വലിയ ആവേശമുണ്ടാക്കിയെന്ന് പറയുന്നു. അപ്പോൾ ഈ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ, അത് എം സ്വരാജ് തന്നെ മത്സരിക്കുമ്പോൾ അത് അണികൾക്ക് കൂടുതൽ ആവേശമായി. അത് ചിട്ടയായ ഒരു പ്രവർത്തനത്തിലൂടെ വോട്ടാക്കി മാറ്റാൻ സാധിച്ചു എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പാർട്ടി കേഡർ വോട്ടുകൾ കൃത്യമായി വീണിട്ടുണ്ട് എന്ന കണക്കുകളും വരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം 1500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ, അല്ലെങ്കിൽ 1500-ൽ കുറയാത്ത വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്നൊരു കണക്കുകൂട്ടലുകളിലാണ് നിലവിൽ LDF ക്യാമ്പുള്ളത്. ഓക്കെ ബെൻസൻ, അപ്പോൾ UDF ക്യാമ്പിലേക്ക് കൂടി നമുക്ക് പോകാം. ആസിഫ് മുഹമ്മദ് ഉണ്ട് UDF ക്യാമ്പിലെ വിവരങ്ങളുമായി. ആസിഫ്, LDFിന്റെ കണക്ക് കൂട്ടലിൽ ഒരു നേരിയ ഭൂരിപക്ഷം, കുറഞ്ഞത് 2000 വോട്ടിന്റെ ഭൂരിപക്ഷമെങ്കിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ വലിയ ഭൂരിപക്ഷമാണ് UDF ക്യാമ്പിനെ സംബന്ധിച്ച് അവർ പ്രതീക്ഷിക്കുന്നത്. വലിയ ശുഭപ്രതീക്ഷയാണ്. കോൺഗ്രസും ലീഗും എല്ലാം തന്നെ ഒരേ സ്വരച്ചേർച്ചയോടുകൂടി മത്സരിച്ചു. പുറത്തു കണ്ടതൊന്നും അല്ല ചിത്രം എന്നുള്ളതാണ് അവസാന നിമിഷത്തിലും കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും നേതാക്കളെല്ലാം തന്നെ പറയുന്നത്. അപ്പോൾ അത് വോട്ടായി മാറുമെന്നും അൻവർ ഒരു ഫാക്ടർ ആകില്ല എന്നും അവർ പ്രതീക്ഷിക്കുകയാണ്. എന്താണ് അവസാന നിമിഷത്തിൽ UDFിലെ കണക്കുകൂട്ടലുകൾ? തീർച്ചയായും അൻവർ ഫാക്ടർ ആയാൽ പോലും വലിയ മെച്ചപ്പെട്ട വിജയം നേടാൻ കഴിയുമെന്നാണ് UDFിൻ്റെ ഒരു പ്രതീക്ഷ. ഇനി അൻവർ ഫാക്ടർ ആയില്ലെങ്കിൽ അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ച് കയറാൻ കഴിയുമെന്നും UDF പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വഴിക്കടവ് മുതൽ ആ ലീഡ് നില തുടരാൻ കഴിയുമെന്നുള്ള തികഞ്ഞ പ്രതീക്ഷയിലാണ് ഏതായാലും UDF ഉള്ളത്. നമുക്കറിയാം, ഒന്നാമത്തെ ആദ്യ റൗണ്ട് മുതൽ പ്രത്യേകിച്ച് വഴിക്കടവിലേക്ക് വലിയ ലീഡ് UDF നേടിയാൽ അത്
ട്രെൻഡാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം പിന്നീട് വരുന്ന പഞ്ചായത്തുകളെല്ലാം UDF അനുകൂലമായി നിൽക്കുന്ന പഞ്ചായത്തുകളാണ്. പിന്നീട് അവസാന ഘട്ടത്തിലാണ് LDFന് പിന്നീട് ഒരു തിരിച്ചുവരവിന് സാധ്യതയുള്ളത്. പക്ഷേ ആദ്യം മുതൽ വലിയ ലീഡ് തുടർന്നാൽ സ്വാഭാവികമായും UDFന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് UDFന്റെ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. റൗണ്ടുകൾ പ്രധാനമായും അത് UDF പ്രധാനമായും എടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് വരുന്ന 3, 4, 5 റൗണ്ടുകൾ അതും UDFന് അനുകൂലമായി തന്നെ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്നതാണ്. പിന്നീട് 6, 7 കൂടെ കഴിഞ്ഞാൽ 6ലും 7ലും LDFന് ഏതെങ്കിലും തരത്തിൽ ലീഡ് ഉയർത്താനോ അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം എത്തുന്നതോമായ സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ അത് UDF പ്രതീക്ഷിക്കുന്നത് 15,000-ന് മുകളിൽ 25,000-ന് വരെയുള്ള വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറാൻ കഴിയുമെന്നാണ്. ഇനി അൻവർ ഫാക്ടർ വലിയ രീതിയിൽ വർക്ക് ചെയ്തു എന്ന് വിചാരിക്കുകയും അൻവർ 15,000-ന് മുകളിൽ വോട്ട് പിടിക്കുകയും ചെയ്താൽ അങ്ങനൊരു കണക്കോടുകൂടി UDF കണക്കാക്കിയിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരു കണക്കെടുപ്പിൽ UDFന് പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം 5,000-നും 12,000-നും ഇടയ്ക്കുള്ള ഒരു ലീഡാണ് UDF പ്രതീക്ഷിക്കുന്നത്. അത് അൻവർ ഫാക്ടർ വർക്ക് ഉണ്ടാവുക എന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. ആസിഫിന്റെ ഓഡിയോയിൽ ഒരു തകരാറുണ്ട്. ആസിഫിലേക്ക് മടങ്ങിയെത്താം. നമുക്ക് PV അൻവറിന്റെ ക്യാമ്പ് എങ്ങനെ പ്രതീക്ഷിക്കുന്നു എന്ന് കൂടി നോക്കാം. അജിത് ബാബുവാണ് PV അൻവറിന്റെ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഉള്ള വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അജിത്ത്, അപ്പോൾ UDF പറയുന്നത് അൻവർ ഒരു ഫാക്ടർ ആയാൽ പോലും വലിയ ഭൂരിപക്ഷം ലഭിക്കും എന്നുള്ളതാണ്. അൻവർ ഒരു ഫാക്ടർ ആയില്ലെങ്കിൽ അത് ചരിത്ര ഭൂരിപക്ഷം എന്നുള്ളതാണ് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. അൻവർ ഒരു ഫാക്ടർ ആകും എന്ന് തന്നെ ഉറപ്പിച്ച് പറയുകയാണ്. വിജയപ്രതീക്ഷ പുറമേ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു 25,000 വോട്ടുകളെങ്കിലും പിടിച്ച് മുന്നണികളെ ഞെട്ടിച്ച് കറുത്ത കുതിര എന്നുള്ളതല്ല, കത്രിക പൂട്ടിട്ട് പൂട്ടുക LDFനെയും UDFനെയും എന്നുള്ളതാണ് വലിയ വീട്ടിലെ അല്ലെങ്കിൽ പുത്തൻ വീട്ടിലെ അൻവറിൻ്റെ ഒരു വലിയ ആഗ്രഹം എന്ന് പറയുന്ന അദ്ദേഹം പങ്കുവെക്കുകയാണത്. എന്നാൽ മാത്രമേ അദ്ദേഹത്തിന് രാഷ്ട്രീയ നിലനിൽപ്പുള്ളൂ എന്നുള്ള മറ്റൊരു വസ്തുത കൂടി നിലനിൽക്കുകയാണ്. അപ്പോൾ അൻവർ എത്രത്തോളം വലിയ ഫാക്ടർ ആകും? എക്സ് ഫാക്ടർ ആകുമോ? കത്രിക ആകൃതിയിലാണല്ലോ എക്സ്. ബിനിൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വഴിക്കട വെണ്ണുമ്പോൾ തന്നെ അൻവർ എത്രമാത്രം വോട്ട് പിടിക്കുമെന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു ധാരണയുണ്ടാകും. കാരണം അൻവറിൻ്റെ കണക്കുകൂട്ടലിൽ, അൻവർ ക്യാമ്പിൻ്റെ കണക്കുകൂട്ടൽ പ്രകാരം 7,000 വരെ വോട്ടുകൾ ലഭിക്കാം. 5,000 മുതൽ 7,000 വരെ വോട്ടുകൾ ലഭിക്കുന്നത് ഈ വഴിക്കടവിൽ നിന്നായിരിക്കും എന്നുള്ളതാണ് അൻവർ ക്യാമ്പിൻ്റെ കണക്കെടുപ്പ്. അതായത് ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ, പഞ്ചായത്തുകളിൽ നിന്നൊക്കെ 3,000 വോട്ടുകൾ വെച്ച് ലഭിക്കുമ്പോൾ വഴിക്കടവിൽ നിന്ന് മാത്രം 5,000 മുതൽ 7,000 വരെ വോട്ട് ലഭിക്കുമെന്നുള്ളൊരു കണക്കുകൂട്ടലാണുള്ളത്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ബൂത്തുകളൊക്കെ ഉണ്ടായിരുന്ന കേന്ദ്രമാണ് വഴിക്കടവ്. വഴിക്കടവിൽ കൃത്യമായി സംഘടനാപരമായി തന്നെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെന്ന് കൂടി അൻവറിൻ്റെ ക്യാമ്പ് വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വഴിക്കടവിലെ റിസൾട്ട് അതായിരിക്കും അൻവറിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലുള്ള ആകെ റിസൾട്ടിൻ്റെ ഒരു തുടക്കമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും. 25,000 മുതൽ 30,000 വരെ വോട്ടുകൾ ലഭിക്കുമെന്നുള്ളതാണ് അൻവർ ക്യാമ്പിൻ്റെ പ്രതീക്ഷ. അങ്ങനെ അത്രയും വോട്ടുകൾ ലഭിച്ചാൽ അത് ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത് നിന്ന് നേടിയ വോട്ടായതുകൊണ്ട് തന്നെ മുമ്പോട്ടുള്ള ബാർഗൈനിങ് ഉൾപ്പെടെ അല്ലെങ്കിൽ മുന്നോട്ടൊരു മുന്നണി പ്രവേശനം UDFിൽ അസോസിയേറ്റ് അംഗത്വമാകുക എന്നുൾപ്പെടെയുള്ള ചർച്ചകൾ വീണ്ടും സജീവമാക്കാൻ അതിലൂടെ അൻവറിന് കഴിയും. ഏതാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നിലനിൽപ്പുണ്ടാകണമെങ്കിൽ, ഇനി കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ട നിലനിൽപ്പായി ഉയർന്നു നിൽക്കണമെങ്കിൽ 25,000 മുതൽ അല്ലെങ്കിൽ 20,000-ന് മുകളിലേക്ക് ഒരു വോട്ട് നേടാൻ കഴിയണമെന്നുള്ളതാണ് അൻവറിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അൻവർ ക്യാമ്പ് വിലയിരുത്തുന്നത്. പിന്നീട് പുറത്തേക്ക് പറയുന്ന ഈ കാര്യം, അതായത് 75,000-ലധികം വോട്ടുകൾ ലഭിക്കുമെന്നുള്ളത്, അത് സാധാരണഗതിയിൽ നമുക്ക് തെരഞ്ഞെടുപ്പുകളിൽ കാണുമ്പോൾ അറിയാം അത് വെറുതെ അങ്ങ് പറഞ്ഞു പോകുന്നതാണ് എന്നാണ് നമ്മൾ എല്ലാ തെരഞ്ഞെടുപ്പുകളും കണ്ടിട്ടുള്ളത്. പക്ഷേ അൻവർ ഇത് പറയുന്നത് വളരെ ആത്മാർത്ഥമായി തന്നെയാണ്. കാരണം ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ, അങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്, ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ ഈ ഉന്നയിച്ച പ്രത്യേകിച്ച് ഈ വന്യജീവി പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു ട്രെൻഡായി ഇവിടുത്തെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ തങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു വോട്ട് ലഭിക്കാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതാണ് കണക്കുകൂട്ടുന്നത്. അങ്ങനെ 2 തരത്തിലുള്ള കണക്കുകളാണ് അൻവർ ക്യാമ്പിനുള്ളത്. അത് വഴിക്കട വെണ്ണുമ്പോൾ ഈ 2 കണക്കിൽ ഏത് കണക്കാണ് വർക്കാവുന്നത് എന്നുള്ളത് നമുക്ക് അപ്പോൾ തന്നെ അറിയാം. ഈ 2 കണക്കും വർക്കാവുന്നില്ലയോ എന്നുള്ള കാര്യവും വഴിക്കട വെണ്ണുമ്പോൾ തന്നെ അറിയാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിലാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ബിനിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു കൃത്യമായ മറുപടി എന്നാൽ, നേരത്തെ തന്നെ അൻവർ മത്സരിക്കുന്നത് UDFുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നം, VD സതീശനുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് അൻവർ മത്സരിക്കുന്നത്. തനിക്ക് മുന്നണി പ്രവേശനം ഉണ്ടായില്ല, അസോസിയേറ്റ് അംഗത്വം പോലും നിഷേധിക്കപ്പെട്ടു എന്നതിൻ്റെ ഒരു പ്രതികാര ബുദ്ധിയായിരുന്നു ആ സമയത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള കാരണം. പക്ഷേ ഇപ്പോൾ UDF വിലയിരുത്തുന്നത് അൻവർ മത്സരിച്ചത് ഉപകാരമായി എന്നുള്ളതാണ്. കാരണം
അൻവർ മത്സരിച്ചതോടുകൂടി ആര്യാടൻ ഷൗക്കത്തുമായി ബന്ധപ്പെട്ട് എതിർപ്പുണ്ടായിരുന്ന വോട്ടുകൾ, അത്തരത്തിലുള്ള വോട്ടുകൾ അൻവറിലേക്ക് കൂടി പോകുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ അത് പ്രയോജനം ചെയ്തു എന്നുള്ളതാണ് UDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. അങ്ങനെ ആ പ്രയോജനം അൻവർ മത്സരിച്ചതോടുകൂടി വിജയസാധ്യത വർദ്ധിക്കുകയാണെന്നൊരു നിലപാടിലേക്കാണ് അവരിപ്പോൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാനമായി ഒരു ടേൺ എടുത്തുകൊണ്ട് അൻവർ തൻ്റെ പ്രധാന ശത്രു പിണറായി സമാണെന്ന് പറയുകയും താൻ ജയിച്ചില്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കണമെന്നുള്ളതാണ് തൻ്റെ ആഗ്രഹമെന്ന് പറയാനുള്ള കാരണം അതാണ്. അതായത് തനിക്ക് അല്ലെങ്കിൽ ഈ കേരള രാഷ്ട്രീയത്തിൽ സാധ്യതകളില്ലാത്ത ഒരു മനുഷ്യനായി മാറുമെന്നുള്ള തോന്നൽ അൻവറിൻ്റെ മുമ്പിലുമുണ്ട്. കാരണം UDF-നെ കൂടി എതിർത്തുകൊണ്ട് മത്സരിച്ചതിന് ശേഷം UDF വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ പിന്നെ താൻ പറഞ്ഞതിലൊന്നും കാരണമില്ലെന്നുള്ളൊരു വിലയിരുത്തലുണ്ടാകും. VD സതീശൻ പറഞ്ഞത് മുഴുവൻ ശരിയാണെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വരും. അതുകൊണ്ടാണ് മുൻകൂറായി തന്നെ ഈ കാര്യങ്ങളിലൊരു എറിഞ്ഞിടാനുള്ള ശ്രമം അൻവറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് അൻവർ പറയുന്നത് താൻ ജയിച്ചില്ലെങ്കിൽ തൻ്റെ മുഖ്യമായ നിലപാട് പിണറായിനെതിരെയാണ്. അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കണം, UDF സ്ഥാനാർത്ഥി ജയിക്കണം എന്നുള്ളതാണ് തൻ്റെ നിലപാടെന്നുള്ളതാണ്. അപ്പോൾ തന്നെ പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. കാരണം പിണറായിയേക്കാൾ കൂടുതൽ എതിർപ്പ് മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്തിനോടുണ്ട് എന്ന് പറഞ്ഞ ആളാണ്. മാത്രമല്ല ജനകീയ ബന്ധമില്ല ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞ ആളാണ്. CPM-മായി വയനാട്ടിൽ വെച്ച് സ്ഥാനാർത്ഥി ചർച്ച നടത്തിയെന്ന് പറഞ്ഞ ആളാണ്. അങ്ങനെ ഒരാൾ അവസാന നിമിഷം ടേൺ എടുത്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് താൻ ജയിച്ചില്ലെങ്കിൽ ജയിക്കട്ടെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് അൻവറിൻ്റെ ക്യാമ്പിലും ഉണ്ടാകുന്ന ഈ ആശങ്കയുടെ തുടർച്ചയാണ്. LDF നിലവിൽ കണക്ക് കൂട്ടുന്നത് അൻവർ മത്സരിച്ചതോടുകൂടി ഒരു വിഭാഗം വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് വഴിക്കടവ് ഉൾപ്പെടെയുള്ള മേഖലകൾ എണ്ണുമ്പോഴായിരിക്കും ഉറപ്പായും അൻവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിൽ ഉൾപ്പെടെ വോട്ട് നഷ്ടപ്പെട്ടു എന്ന ആശങ്കയാണോ അൻവറിനെ കൊണ്ട് ആ വിധത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അപ്പോഴും VD സതീശനെതിരെ ഒരു ഒളിയമ്പ് അൻവർ എഴുതിരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒളിഞ്ഞ പിണറായും തെളിഞ്ഞ പിണറായും തമ്മിലുള്ള മത്സരമാണ്. അങ്ങനെയെങ്കിൽ തെളിഞ്ഞ പിണറായി തോൽക്കട്ടെ, ഒളിഞ്ഞ പിണറായി ജയിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോഴും VD സതീശനെ തന്നെയാണ് ലക്ഷ്യമിട്ടത് എന്ന് വ്യക്തമാണ്. പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുകയാണെങ്കിൽ VD സതീശൻ ശക്തമാവുകയും പിന്നെ അൻവറിനെ സംബന്ധിച്ച് UDF പ്രവേശനം ഒരു അസാധ്യ കാര്യമാവുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് പ്രസാദ് ഉറുമ്പശ്ശേരി, ബെൻസൺ ബാബു, ആസിഫ് മുഹമ്മദ്, ഒപ്പം തന്നെ അജിത് ബാബു എന്നിവരാണ് നമുക്കിപ്പോൾ വളരെ വിശദമായ വിവരങ്ങൾ നിലമ്പൂരിൽ നിന്ന് നൽകിയിട്ടുള്ളത്. നിലമ്പൂരിലെ പുതിയ വാർത്തകളിലേക്ക് ഓരോ മണിക്കൂറിലും നമുക്ക് വീണ്ടും എത്തിച്ചേരാം. പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ നേരത്തെ പ്രസാദ് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ രാവിലെ 8 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കും. 8:30 ആദ്യത്തെ ഫലസൂചനകൾ വരും. ആദ്യം എണ്ണുക സർവീസ് വോട്ടുകളും പോസ്റ്റൽ വോട്ടുകളുമായിരിക്കും. ഇതിൻ്റെ ഫലസൂചനകളായിരിക്കും 8:30 വരിക. പിന്നീടായിരിക്കും ബാലറ്റ് മെഷീനുകൾ എണ്ണി തുടങ്ങുകയും ചെയ്യുക. 14 ടേബിളുകളിലായിട്ടാണ് EVM വോട്ടുകളും ഒരേ സമയം എണ്ണി തുടങ്ങുക. ആദ്യം എണ്ണുക വഴിക്കടവ് പഞ്ചായത്തിലാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ വഴിക്കടവിൽ UDF വലിയ ഭൂരിപക്ഷം ആർജിക്കുകയാണെങ്കിൽ അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ ഏതാണ്ട് അസ്തമിക്കുന്ന ഒരു അവസ്ഥയാണ് എന്നാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്താനാകുന്നത്. അപ്രതീക്ഷിത അട്ടിമറികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ. കാരണം വഴിക്കടവാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണയുള്ളത്. വഴിക്കടവിലെ മുൻ നേതാക്കളായിട്ടുള്ള സുഗു ഉൾപ്പെടെയുള്ള ആളുകൾ അൻവറിന് വേണ്ടി അവിടെ അഹോരാത്രം പണിയെടുത്തിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ അൻവറിനെ സംബന്ധിച്ച് പ്രധാനമാവുക വഴിക്കടവാണ്. പിന്നീട് UDF ഭരിക്കുന്ന മുത്തേടം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളാണ്. പിന്നീടാണ് LDF-ന് വലിയ പ്രതീക്ഷയുള്ള നഗരസഭ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്കും വരുന്നത്, കരുളായി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്കും. എന്തായാലും ഒരു ട്രെൻഡാണ് എങ്കിൽ 10 മണിയോടുകൂടി ഒരു തരംഗമാണ് എങ്കിൽ ഒരു വിജയിയെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നിലമ്പൂർ ഇത്ര നാൾ കാത്തുവെച്ചത് സസ്പെൻസുകളാണ്. അപ്പോൾ ആ സസ്പെൻസുകൾ ആവർത്തിക്കുകയാണെങ്കിൽ ഉച്ചവരെ ആ സസ്പെൻസ് നിലനിർത്തും എന്നുള്ള കാര്യവും പ്രധാനപ്പെട്ടതാണ്.